ഒരു കാര്യം പറയാനാണ് ഓൺ വോയിസ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് മുമ്പ് ഒരു ലൈവ് ഇട്ടായിരുന്നു. അത് പെട്ടെന്ന് ഓഫായി പോവുകയും ചെയ്തു ഫോണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഒട്ടുമില്ല, ചാർജ് കുത്തി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ലൈവ് ഇട്ടുകൊണ്ടിരിക്കണമായിരുന്നു. കുറച്ച് മുന്നേ എൻ്റെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു ലൈവ് ഇട്ടുകൊണ്ടിരിക്കണമായിരുന്നു. ഇപ്പം ഈ ഐഡിയയിൽ ഇപ്പം ഞാൻ പോസ്റ്റ് ഒന്നും ഐഡിയയിൽ. അപ്പോൾ അതിൽ വന്നിട്ട് ഒരുത്തൻ എന്നോട് ചോദിച്ചു, നീ മലബാർ മൊഞ്ചത്തിയാണോ, നീ തെക്കനല്ലേന്ന്. അതെ, എൻ്റെ ഉപ്പ വന്നിട്ട് കൊച്ചിക്കാരനാണ്, അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ എന്നെങ്ങാണ്ടോ ഈ കുരു എന്നാണ് എന്താണ്ടോ ഐഡിയ ആണ് ഇവൻ്റെ. ഇവൻ എന്നെ കുറേ നേരം എന്നോട് ചോദിച്ചു, നിനക്ക് പേടിയാണോ, നീ എന്നെ മ്യൂട്ടാക്കിയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഉള്ളതെല്ലാം തുറന്നു പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഇവനെ ആദ്യമായിട്ടൊക്കെ കാണുന്ന ഗൈസ്, ഈ കുരു എന്ന് പറഞ്ഞ ഐഡിയനെ ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നത്. ഇവനെ പറഞ്ഞു എന്നോട് മ്യൂട്ടാക്കാൻ. അവനെ ഞാൻ മ്യൂട്ടാക്കിക്കോ, ഇല്ലെങ്കിൽ ഞാൻ സത്യം പച്ചവെള്ളം പോലെ സത്യം ഞാൻ തുറന്നു പറയും. എൻ്റെ മനസ്സിൽ കള്ളമില്ല കളങ്കമില്ലാത്ത കാരണം, ഞാൻ എന്നും ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായ കാരണം ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ മ്യൂട്ടാക്കൂല, നീ ഗസ്റ്റ് കയറുമെന്ന് പറഞ്ഞു. നമുക്ക് കള്ളത്തരം ഉണ്ടെങ്കിൽ ഒരാൾ ഗസ്റ്റ് കയറ്റി സംസാരിക്കത്തില്ല. ഇവൻ താഴത്ത് വന്നിട്ട് എന്നെ പെലയാടിച്ചിന്ന് വിളിച്ചു, വേശിന്ന് വിളിച്ചു. അപ്പം എനിക്ക് ഒന്നുകൂടി വാശി കയറി ഞാൻ ഇവനെ ഗസ്റ്റ് കയറ്റിയതിന് ശേഷം ഇവൻ എൻ്റെ അടുത്ത് പറയണേ, നീ വേശ്യ സ്ത്രീ അല്ലേന്ന്. ഒരു പെണ്ണും ഒരിക്കലും വന്നിട്ട് നടുവരിൽ കയറ്റിയിട്ട് വേശ്യാവത്തില്ല. അഥവാ വേശ്യയാണെങ്കിലും ഒരാണിൻ്റെ തത്സമയം ഒരു ഇതില്ലാതെ സഹായമില്ലാതെ ഒരു പെണ്ണ് വന്നിട്ട് കൊടുക്കത്തില്ല, അവയവം കൊടുക്കത്തില്ല. ഒരു പെണ്ണ് അവയവം കൊടുക്കണോ വേണ്ടെന്ന് അത് പെണ്ണിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഇഷ്ടത്തിനനുസരിച്ച്. ഒരു പെണ്ണിന്റെ ശരീരം വേറൊരാൾക്ക് കൊടുക്കണോ അനുഭവിക്കണത് അതിന് ഇവിടെ ആരെങ്കിലും ചോദ്യം വേണോ? അല്ല, അനുവാദം വേണോ? ഇവിടെ ചോദ്യമൊന്നും വേണ്ട കേട്ടോ. പിന്നെ മക്കളെ പോറ്റാനാണ് അവരെ പോറ്റാനാണ് വേണ്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കണം എന്ന് പറഞ്ഞേക്കണത്. എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. ആരാണ് എനിക്ക് എന്നോട് ചോദ്യം ചോദിക്കാനുള്ളത്? എനിക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ ആറിനോടെ കിടക്കണം, ഞാൻ ആറിൻ്റെ കൂടെ ഡാൻസ് കളിക്കണം, ഞാൻ എങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വീഡിയോ ചെയ്യണം, ഞാൻ എങ്ങനെ അഴിഞ്ഞാടി നടന്നാലും പോലും എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു തന്തളം എനിക്ക് അവകാശമില്ല, അധികാരവുമില്ല. പിന്നെ എൻ്റെ ഉമ്മ വന്നിട്ട് തമിഴെത്തിയാണെന്ന്. എൻ്റെ ഉമ്മ വന്നിട്ട് അസൽ മലപ്പുറംകാരിയാണ്, കൊണ്ടോട്ടി കുന്നുംപുറം. മനസ്സിലായോ? അവിടെ തന്നെ ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം, മദ്രസ എല്ലാം 11ാം ക്ലാസ് വരെക്കും ഞാൻ പഠിച്ചിറങ്ങിയത്. പിന്നെ എൻ്റെ വാപ്പ വന്നിട്ട് തെക്കനല്ലേന്ന്, അതായത് കൊച്ചിയല്ലേന്ന്. എൻ്റെ വാപ്പ കൊച്ചിയാന്ന് ഇവിടെ ടിക്ടോക്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ വാപ്പയുടെ നാടും എൻ്റെ സ്ലാങ് കേട്ടാലും അറിയില്ലേ? ഞാൻ എൻ്റെ നാട്ടിലെ സ്ലാങ് കേട്ടാലും അറിയത്തില്ല. ഞാൻ 2-3 സ്ലാങ് ഞാൻ സംസാരിക്കും. കാസർഗോഡ് ഭാഷ സംസാരിക്കും, മലപ്പുറംകാരൻ സംസാരിക്കണമെന്ന് സംസാരിക്കും, എൻ്റെ വാപ്പയുടെ നാട്ടിൽ സംസാരിക്കണമെന്ന് സംസാരിക്കും, എല്ലാ രീതിയിലും ഞാൻ സംസാരിക്കും. എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇന്ന് വന്നിട്ട് എന്നെ ഒരുപാട് അനാവശ്യമായിട്ട് സംസാരിച്ച് ഞാൻ ഒരാളുടെ അടുത്ത് തല്ലുപിടിക്കാൻ പോകാറില്ല. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ തലയിടണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എങ്ങനെ ജീവിക്കണം, ഏത് രീതി ജീവിക്കണം, ഞാൻ എന്ത് ജോലി എടുത്ത് ജീവിക്കണം, അത് എൻ്റെ ഇഷ്ടമാണ്. ഇവിടെ ഒരു തള്ളയുടെ സാമാനോ, ഒരു തള്ളയുടെ സാമാനോ, പെങ്ങളുടെ സാമാനോ, സ്വന്തം കെട്ടുള്ള സാമാനോ ആയിട്ടല്ല ഞാൻ ഈ നാട്ടിൽ നിന്ന് ദുബായ് കയറി വന്നത്. എനിക്ക് ഇഷ്ടമുള്ള ബോയ് ഫ്രണ്ട് ഉണ്ടാവും, എനിക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, എനിക്ക് ഇഷ്ടമുള്ള ഫാൻസ് ഉണ്ടാവും, കസ്റ്റമർ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. എനിക്ക് എവിടെ അഴിഞ്ഞാടി ഞാൻ നടക്കും. നീ ആരാ ചോദിക്കാൻ? ഈ കുരു എന്ന് പറഞ്ഞവൻ നീ ആരാ എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി? നീ എന്താ ദുനിയാവ് മൊത്തം നന്നാക്കാൻ? ഞാൻ ബിജീനോട് നീ പറഞ്ഞു, ബിജീനെ നന്നാക്കാൻ നോക്കി. ബിജീൻ്റെ കുടുംബത്തിൽ നീയാണോ അന്നം കൊടുക്കണത്? ബിജീൻ്റെ പിള്ളേരെ നീയാണോ പഠിപ്പിക്കണത്? പിന്നെ നീ എന്തോ പറഞ്ഞല്ലോ, നീ ഇപ്പം ഉണ്ടാക്കണത് അന്നന്ന് കഴിക്കാം. അപ്പം അന്നന്ന് കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കണത്. നിന്നെ പോലെ 10 തലമുറക്ക് തിന്നാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയേക്കൂല. കാരണം നമുക്ക് നാളെയാണോ ഇന്നാണോ മൗത്തെന്ന് നമുക്കറിയത്തില്ല. മരണം എന്നാന്ന് പറയാൻ പറ്റൂല. നിഴൽ പോലെ തന്നെയാണ് മരണം കൊണ്ട് നടക്കുന്നത്. ഞാനൊന്നും സ്വരുക്കൂട്ടി വെക്കാറുമില്ല. ഉണ്ടെങ്കിൽ ഉള്ളവർക്കും കൊടുക്കും, ഇല്ലാത്തവർക്കും കൊടുക്കും. അതാണ് എൻ്റെ സ്വഭാവം. എന്നെ വന്നിട്ട് കുറെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഇന്നെങ്ങാണ്ട് കയറി വന്ന വരുത്തൻ കുരു എന്ന് പറഞ്ഞിട്ടുള്ള കുരു ആണ്, എനിക്ക് അറിയത്തില്ല. ഇവനേതോ കാസർഗോഡുകാരനാണെന്ന് തോന്നുന്നു ഇവൻ്റെ സ്ലാങ്. കാരണം ഇന്ന് എനിക്ക് 2 പേരെ ഞാൻ എൻ്റെ വാട്സപ്പിൽ ബ്ലോക്കാക്കി. ഒന്ന് മംഗലാപുരം എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സർവീസ് തരോ, എനിക്ക് മസാജൊന്നും വേണ്ട, സർവീസ് തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. നീ ആയുർവേദിക് മസാജിന് എൻ്റെ അടുത്ത് കാശ് ചോദിച്ചു. ഞാൻ അതിൻ്റെ കാശ് ഞാൻ പറഞ്ഞിന്. അപ്പോൾ അവൻ പറഞ്ഞു ഇതിനൊക്കെ ഇത്രയും കാശുണ്ടെന്ന്. പിന്നെ ആയുർവേദിക് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ആയുർവേദിക് മസാജ് വിത്ത് കിഴി എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
പുറത്ത് നീ പോയിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നീ പോയിട്ട് അത് വെയിറ്റിംഗ് ചെയ്തിട്ട് ആ സമയത്തിന് പോകുമ്പോഴത്തേക്കും അവർ വന്ന് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നീ ഇറങ്ങാൻ നേരത്തെ നീ പറയുമോ 100 തരട്ടെ 50 തരട്ടേന്ന്. അതിൻ്റെ കൂടെ നിനക്ക് സർവീസും വേണം. 150 ദർഹം തരാം, മസാജും വേണം, സർവീസും വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മംഗലാപുരംകാരൻ. ഞാൻ ബ്ലോക്കാക്കി, എനിക്ക് പറ്റത്തില്ല, നീ മസാജ് വേണമെങ്കിൽ എടുത്തോ, 1.5 മണിക്കൂർ തരും ഞാൻ. നോർമൽ മസാജ് വന്നിട്ട് 45-46 മിനിറ്റാണ്. ആയുർവേദിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉഴിച്ചിൽ ചെയ്യണം, അത് വിത്ത് കിഴിയാണ്. അതിന് വന്നിട്ട് 1.25 മണിക്കൂർ കൊടുക്കും, വിത്ത് ഫ്രഷോടെ വന്നിട്ട് ഒരു 20 മിനിറ്റും കൂടി എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് 1.5 മണിക്കൂർ കണക്കാക്കണത്. മനസ്സിലായോ? ആ 1.5 മണിക്കൂറിന് വേണ്ടി 250 ദർഹമാണ് വരുന്നത്. ആ 250 ദർഹത്തിന് എനിക്ക് മസാജ് വേണം, സർവീസ് വേണം. അതെങ്ങനെയാണ്? ഞാനിവിടെ ലേഡീസിന് അവൈലബിൾ ആണ്, ജെൻസിന് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തവിടെ പബ്ലിസിറ്റി ചെയ്തേക്കണത്. അല്ലാതെ ജെൻസിന് മാത്രമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആയുർവേദിക് പഞ്ചകർമ്മ മസാജ് പഠിച്ചുള്ള വ്യക്തിയാണ്. കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു തങ്ങളുടെ അവിടെ. മനസ്സിലായ? നമ്മുടെ നാട്ടിൽ വന്നിട്ട് മലപ്പുറത്ത് വന്നിട്ട് ഹോം നേഴ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പറായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഹോം നേഴ്സായിട്ട് പെരുമ്പാവൂര്, പുത്തനങ്ങാട്, അവിടെ ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പ്രസവം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് കുട്ടികളെയും കുളിപ്പിക്കാനും പ്രസവിച്ച് നടക്കുന്ന പെണ്ണിങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി. എന്നെക്കുറിച്ച് എനിക്ക് അറിയില്ലെങ്കിൽ മുണ്ടാണ്ടിരുന്നോളാം, ലൈവിൽ ഏതെങ്കിലും ഒരു വശത്ത് ഇരുന്നോളാം. എൻ്റെ വാപ്പനെ കുറിച്ച് പറയുന്നു, എൻ്റെ മക്കളെ പറയുന്നു, എൻ്റെ ഉമ്മാനെ പറയുന്നു, എന്നെ പറയുന്നു, ഞങ്ങളുടെ കുടുംബത്തെ പറയാൻ വേണ്ടി നീ ആരാ? ഈ ടിക്ടോക്കിൽ വന്നിരുന്ന് ലൈവ് കാണുന്ന നിങ്ങളൊക്കെ ആരാ? ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന ഈ ടിക്ടോക്കിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരു PM ഞാൻ വന്നിട്ട് ഒരു മോശകരമായിട്ട് ഇന്ന് നിങ്ങൾ വരുമോ, എൻ്റെ റൂമിലേക്ക് വരുമോ എന്ന് നിങ്ങൾ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാ. എന്നോടെങ്ങാട് അഭ്യർത്ഥിക്കണത്, നിൻ്റെ റൂം എടുത്തു, നീ തനിച്ചാണോ, ഞാൻ വരട്ടെ, ഇല്ലെങ്കിൽ നീ എൻ്റെ റൂമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത്, ഞാനല്ല മെസ്സേജ് ഇടുന്നത്. മനസ്സിലായോ? പിന്നെ നല്ല പരിചയം എൻ്റെ അടുത്ത് വന്നു പോയവരടുത്ത് ഞാൻ PM വന്ന് സംസാരിക്കാറുണ്ട്. മനസ്സിലായോ? അല്ലാതെ ശബന എന്ന് പറഞ്ഞ ഞാൻ, മലപ്പുറത്തുണ്ടായ എൻ്റെ ഉമ്മക്കുണ്ടായ ഞാൻ വന്നിട്ട് ഞാൻ ഇവിടെ ആരെയും വന്ന് വിളിച്ചിട്ടില്ല. എൻ്റെ ലൈവ് ഇടുന്നത് കസ്റ്റമറെ പിടിക്കാനല്ല. മനസ്സിലായോ? ഞാൻ ഓൺ വോയിസ് ചെയ്യും, അതെൻ്റെ വർക്കിൻ്റെ കാര്യമാണ്, അത് എൻ്റെ വർക്കിൻ്റെ കാര്യം. അതിലെന്താ ഞാൻ പറഞ്ഞേക്കണത്? ഒരു മൈന എന്ന് പറഞ്ഞ 2 മൈനയുടെ ഡീപ്പുള്ള ഒരു ചേച്ചി കയറി വന്നു. ചേച്ചിയാണോ ചേട്ടനാണെന്ന് അറിയില്ല, വോയിസ് കേട്ടിട്ട്